How to collect high quality data. So, our next topic is regarding the collection of high quality data. So, we have already discussed the importance or the benefits of having high quality data. കാരണം ഹൈ ക്വാളിറ്റി ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഡാറ്റയുടെ ക്വാളിറ്റി എത്രത്തോളം ഹൈ ആവുന്നോ അത്രത്തോളം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആവാൻ അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷൻ എടുക്കുന്ന ഡിസിഷൻസ് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ ഡാറ്റേനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എല്ലാം അപ്ലൈ ചെയ്ത് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷനിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡാറ്റ ഹൈ ക്വാളിറ്റിയിലുണ്ടെങ്കിൽ മാത്രമേ ആ ഡാറ്റയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഇൻഫർമേഷന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയും ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ ഓർഗനൈസേഷൻ എടുക്കുന്ന ഡിസിഷൻസിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഡിസിഷന് ഒരു ആക്യുറസി ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഹൈ ക്വാളിറ്റി ഡാറ്റ. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നല്ല ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ആ ഒരു കളക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരുത്താൻ സാധിക്കില്ല. പിന്നെ അത് നമ്മുടെ ഇൻഫർമേഷനെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഹൗ ടു കളക്ട് ഹൈ ക്വാളിറ്റി ഡാറ്റ. ഇത് ആദ്യം പറയുന്ന പോയിന്റ് ഇംപ്ലിമെൻറ്റ് എ ഡാറ്റ കളക്ഷൻ പ്ലാൻ എന്നാണ്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ മിസ്റ്റേക്സ് ഓർ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ഡാറ്റ വി ഹാവ് ടു പ്ലാൻ എ ഹെഡ്. നമുക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാനിൻ്റെ അനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ നല്ല ഹൈ ക്വാളിറ്റി ഡാറ്റ ആയിരിക്കും. സോ പ്ലാനിങ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, we have to determine the kind of data that is needed to meet the goals. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു ഡിസൈഡ് ഇൻ അഡ്വാൻസ് ദ വാട്ട് കൈൻഡ് ഓഫ് ഡാറ്റ ദാറ്റ് വി ആർ ഗോയിങ് ടു കളക്ട്. നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണോ, അതോ കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ഡാറ്റയാണോ, കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണോ, കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷനെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണോ, ഇങ്ങനെ എന്ത് ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചേ ആയിരിക്കില്ല പഠിക്കാൻ പോകുന്നത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചും ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടാവുക. കാരണം കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചാലും നമുക്ക് ഒരു പരിധി വരെ നമ്മുടെയും കോമ്പറ്റീറ്റേഴ്സിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചും അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചും ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഡാറ്റ ഇസ് നീഡഡ്, എന്ത് ടൈപ്പ് ഡാറ്റയാണ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഡാറ്റയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരിക്കണം. എന്നിട്ട് അത് ഫിക്സ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ദ മെത്തേഡ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡാണ് പിന്നീട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റനെയറിലൂടെയാണോ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറയുന്ന കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പോണ്ടൻസിലേക്ക് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റലിലൂടെ ആ ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്. സോ ഹൗ വി ആർ ഗോയിങ് ടു കളക്ട് ദ ഡാറ്റ. ഇനി അതല്ല നമ്മൾ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണോ ഈ ഒരു ഡാറ്റ കസ്റ്റമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ റെസ്പോണ്ടൻസിൽ നിന്നും കളക്ട് ചെയ്യാൻ പോകുന്നത്, അതോ ജസ്റ്റ് കസ്റ്റമേഴ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് വേണോ അവരിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഹൗ ആർ വി ഗോയിങ് ടു കളക്ട് ഡാറ്റ ഫ്രം ദ കസ്റ്റമേഴ്സ്, ഇറ്റ് ഈസ് ടു ബി ഡിസൈഡഡ്. ഇനി ഈ ഒരു ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും റോള് വളരെയധികം സ്പെസിഫൈഡ് ആയിരിക്കണം. അതായത് ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷനിൽ ഈ ഡാറ്റ കളക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ എംപ്ലോയിയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ റോള് വളരെ ഡിഫൈൻഡ് ആയിരിക്കണം. കാരണം അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെയധികം ഡിഫൈൻഡ് ആയാൽ മാത്രമേ അവർക്ക് ആ ഒരു പ്രവൃത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുള്ളൂ. സോ ദ
we should define the role of all the personnels involved in collecting the data. ഡാറ്റ കളക്ഷനുമായി അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പേഴ്സണൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ്. സോ എംപ്ലോയീസിൻ്റെയും ആ ഒരു റോൾ നമ്മൾ വളരെയധികം ഡിഫൈൻഡ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഡാറ്റ ഇൻഫോർമേഷനായി കൺവേർട്ട് ചെയ്ത് അതിനുശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷനും ഡിസിഷൻസും ഒക്കെ എങ്ങനെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും വളരെ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം ആ ഒരു ഡാറ്റയെ നമ്മൾ ഇൻഫോർമേഷനായി കൺവേർട്ട് ചെയ്തു, ഇൻഫോർമേഷൻ്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻസ് എടുത്തു. ഇനി ഡിസിഷൻസ് ആരാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഡിസിഷൻസ് നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻസ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ the decisions should be properly communicated to each and every department in the organization. ഓർഗനൈസേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്തു കൊടുത്തിരിക്കണം? ഈ ഒരു ഡാറ്റ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ എങ്ങനെ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും വളരെ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതായത് എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതുപോലെ ഈ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ എംപ്ലോയിയുടെയും റോൾ എന്താണ്, ഈ കളക്ട് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ കളക്ട് ചെയ്ത ഇൻഫോർമേഷനെ എങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെക്കുറിച്ചും വളരെ നല്ല രീതിയിലുള്ള പ്ലാനിങ് നടന്നിരിക്കണം. പ്ലാനിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു പോയിൻ്റ് പറയുന്നത് സെറ്റ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഇന്ന ക്വാളിറ്റി ഉള്ള ഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഡാറ്റ ക്വാളിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അതിനേക്കാളും മോശമാണ് എങ്കിൽ നമ്മൾ ആ ഒരു മോശമായിട്ടുള്ള ഡാറ്റയുടെ ബേസിസിൽ ഡിസിഷൻസ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മോശമായിട്ടുള്ള ഡാറ്റ എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കണം? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയണം 22 ക്യാരറ്റ് ഗോൾഡാണ് ഒരു ഓർണമെൻറ്റ് ഗോൾഡ് എന്നുള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനേക്കാളും കുറവുള്ള ക്യാരറ്റാണ് അല്ലെങ്കിൽ ഇപ്പോൾ 20 ക്യാരറ്റ് ആണ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു ഓർണമെൻറ്റ് ഗോൾഡിനേക്കാളും ക്വാളിറ്റി കുറവായിട്ടുള്ള ഗോൾഡാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു ഓർണമെൻറ്റ് ഗോൾഡിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 22 ക്യാരറ്റ് എന്നാണ്. അതുപോലെ പ്യുവർ ഗോൾഡിൻ്റെ ക്യാരറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 24 ക്യാരറ്റ് ആയിട്ടാണ്. അപ്പോൾ 24 ക്യാരറ്റിനേക്കാളും കുറവായിട്ടുള്ള ഒരു ക്യാരറ്റാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ഗോൾഡിനുള്ളത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് പ്യുവർ ഗോൾഡ് അല്ല, അത് ഇംപ്യുവർ ആയിട്ടുള്ള ഗോൾഡാണ്. കാരണം അവിടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 24 ക്യാരറ്റ് എന്നാണ്. അപ്പോൾ നമ്മളും നമ്മുടെ ഡാറ്റയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യണം. ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്താൽ നമുക്ക് നമ്മുടെ നല്ല ക്വാളിറ്റി ഡാറ്റയാണ് എന്നും ആ സ്റ്റാൻഡേർഡിനേക്കാളും കുറവാണ് എങ്കിൽ ക്വാളിറ്റി അല്ലാത്ത ഡാറ്റയാണ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഡാറ്റയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ക്വാളിറ്റി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റി എത്രയാണ് എന്നുള്ളത് അളക്കാൻ സാധിക്കുള്ളൂ. സോ വി ഹാവ് ടു ഫിക്സ് ദ സ്റ്റാൻഡേർഡ് ഫോർ ദ കളക്ഷൻ ഓഫ് ഡാറ്റ. പിന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻവോൾവ് ഡിസിഷൻസ് ആസ് ടു വിച്ച് ഡാറ്റ ടു കീപ്പ്. അപ്പോൾ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും ഏതൊക്കെ ഡാറ്റ നമ്മൾ നമ്മുടെ കൈവശം വെക്കണം, വിച്ച് ഡാറ്റ ടു കീപ്പ്, വിച്ച് ഡാറ്റ ടു ഗെറ്റ് റിഡ് ഓഫ്, ഏതൊക്കെ ഡാറ്റ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. നമ്മൾ അങ്ങനത്തെയുള്ള ഡാറ്റയൊക്കെ ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും. ആൻഡ് വിച്ച് ടു കറക്റ്റ്, ചിലപ്പോൾ ചില ഡാറ്റയിൽ ചില മൈനർ കറക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ഡാറ്റയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിൽ നമുക്ക് ഏതൊക്കെ ഡാറ്റ നമ്മുടെ കൈവശം വെക്കണം, ഏതൊക്കെ ഡാറ്റ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും വേണ്ട വെക്കണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം, ഏതൊക്കെ ഡാറ്റ നമ്മൾ കറക്റ്റ് ചെയ്യണം, ചെറിയ മൈനർ കറക്ഷൻസ് നടത്തിയാൽ ചില ഡാറ്റ നമുക്ക് യൂസ്ഫുള്ളായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ഡാറ്റയിലാണ് കറക്ഷൻസ് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ദെൻ ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഡാറ്റ കറക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറയുണ്ടായി ചില ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറയുണ്ടായി. അപ്പോൾ വി ഹാവ് ടു ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഡാറ്റ കറക്ഷൻ. അപ്പോൾ ഡാറ്റ കറക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലാന് ഫോർമുലേറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ക്രിയേറ്റ് റൂൾസ് ഫോർ കറക്റ്റിംഗ് ഡാറ്റ. ഡാറ്റ കറക്റ്റ് ചെയ്യാൻ ചില നിയമാവലികൾ ഫിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരാണ് ഈ ഡാറ്റ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്,
എന്ത് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ കറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ഡാറ്റ കറക്ഷൻ വിൽ ഹെൽപ്പ് ഇൻ ഇൻഷുറിങ് ദ കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ. അങ്ങനെ ഡാറ്റ കറക്ഷൻ നടത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ഇപ്പോൾ ആരുടെ കൈവശം കിട്ടിയാലും ഈ ഒരു കറക്റ്റഡ് ഡാറ്റയാണ് എങ്കിൽ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് എങ്കിൽ, പിന്നെ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയാലും അത് ഒന്നായിരിക്കും. ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന ഡാറ്റയും അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയും ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന ഡാറ്റയും ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന ഡാറ്റയും ഒന്ന് തന്നെ ആയിരിക്കും. അത് ആ ഡാറ്റകൾ തമ്മിൽ എന്തുണ്ടാവില്ല, ഡിഫറൻസ് ഉണ്ടാവില്ല. ബിക്കോസ് ആ ഡാറ്റ എന്ത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റയാണ്, കറക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ കറക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള ഡാറ്റ ആകുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നതും ഒരേപോലത്തെ ഡാറ്റ ആയിരിക്കും. അതായത് ഡാറ്റയിൽ എന്തുണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറയണ്ടായി ഈ ഡാറ്റ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ്ടായി. കാരണം ഡാറ്റ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്നതും ഒരേപോലത്തെ ഡാറ്റയാണെങ്കിൽ മാത്രമേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരേപോലെയുള്ള ഡിസിഷൻസ് എടുക്കുകയും ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്ന ഡാറ്റയും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്ന ഡാറ്റയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ എടുക്കുന്ന ഡിസിഷൻസും കോൺട്രഡിക്ടറി ആവാൻ, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിന് നെഗറ്റീവായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡാറ്റ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ഡാറ്റ ദാറ്റ് ഈസ് റിസീവ്ഡ് ബൈ ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഓഫ് സെയിം നേച്ചർ, ഒരേ രീതിയിലുള്ള ഡാറ്റ ആയിരിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യണം. ഡാറ്റ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഡാറ്റ കറക്റ്റ് ചെയ്യേണ്ട വ്യക്തിയെക്കുറിച്ചും ഡാറ്റ കറക്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലാന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ ഫോർ ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? കാരണം ഈ ഡാറ്റ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല. മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കിട്ടുന്നത് ഒരേപോലത്തെ ഡാറ്റ ആയിരിക്കണം. കാരണം ഒരേ ഇൻഫർമേഷൻ ആയിരിക്കണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്തേണ്ടത്. അപ്പോൾ അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം എങ്ങനെയാണ് ഈ ഒരു ഡാറ്റ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്തിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഡിസിഷൻ ഉണ്ടായിരിക്കണം. വി ഷുഡ് ക്രിയേറ്റ് പ്ലാൻ ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡാറ്റ അക്രോസ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ ഒരു ഡാറ്റ എങ്ങനെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു ഡിസിഷൻസ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്തിരിക്കണം. പിന്നെ വരുന്നതാണ് സെറ്റ് ഗോൾസ് ഫോർ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയാണ് തെറ്റ് വരാൻ സാധ്യത, ഏതൊരു ഭാഗത്താണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഡാറ്റ കളക്ഷൻ്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഡാറ്റ കളക്ഷൻ നടത്തുന്ന സമയത്ത് എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ പൂൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷൻസിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കറക്ഷൻസ് വരുത്തണം. അതായത് നേരത്തെ നമ്മൾ പഠിച്ച തെറ്റുകളിൽ നിന്നും കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ ഒരു പാഠത്തിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷനിൽ നമ്മൾക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അപ്പോൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടിരുന്നാൽ ഓബ്വിയസ്ലി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അവർ ഡാറ്റ. കാരണം എപ്പോഴും അങ്ങനെ നമ്മൾ പറയാറുണ്ട്, ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തി കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം ബേസിസിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ ക്വാളിറ്റി അവിടെ ഉറപ്പ് വരുത്താൻ സാധിക്കും. അപ്പോൾ ഡാറ്റ കളക്ഷൻ്റെ കേസിലും അതുതന്നെയാണ്. പ്രീവിയസ് ഡാറ്റ കളക്ഷൻ സമയത്ത് നമുക്ക് വരുന്ന ഓരോ എക്സ്പീരിയൻസും, നമുക്ക് വരുന്ന ഓരോ തെറ്റുകളും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ കളക്ഷനിൽ നമുക്ക് കുറച്ചും കൂടെ തെറ്റുകൾ തിരുത്താനും നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് കൂട്ടാൻ സാധിക്കും, നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. സോ കൺസിസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ collecting data will also help in increasing the quality of data. അപ്പോൾ ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള
മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഒരു ഡാറ്റ പ്ലാൻ, ഡാറ്റ കളക്ഷൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ പ്ലാൻ. പിന്നെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിരിക്കണം, കാരണം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ മാത്രമേ ആ സ്റ്റാൻഡേർഡിനുള്ളിലുള്ള ഡാറ്റയാണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡിന് കുറവുള്ള ഡാറ്റയാണെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്യാം. ഇനി അതല്ല ചില കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുമെങ്കിൽ ആ ഡാറ്റയെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യണം. ദെൻ ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഡാറ്റ കറക്ഷൻ. ഡാറ്റ കറക്ഷൻ നടത്തണമെങ്കിൽ ആ ഡാറ്റ കറക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തിയിരിക്കണം. ദെൻ പ്ലാൻ ഫോർ ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെ യാതൊരുവിധ മിസ്റെപ്രസെൻറ്റേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ ഡാറ്റ എങ്ങനെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ വേണം. പിന്നെ പറയുന്നത് വി ഹാവ് ടു സെറ്റ് ഗോൾസ് ഫോർ ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷൻ. അതായത് പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓൺ ഗോയിങ് ഡാറ്റ കളക്ഷനിലും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താം. ഈ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തിനു വേണ്ടി സഹായിക്കും, നല്ല രീതിയിൽ നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് പറയുന്നതാണ് ഡാറ്റ ഇൻ്റഗ്രിറ്റി. അപ്പോൾ എന്താണ് ഇൻ്റഗ്രിറ്റി? ഇൻ്റഗ്രിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്യുറസിയും കൺസിസ്റ്റൻസിയുമാണ്. അപ്പോൾ ഡാറ്റയ്ക്ക് എപ്പോഴും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്യുറസിയുമാണ്. കാരണം ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രം, ഡാറ്റയ്ക്ക് ആക്യുറസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡാറ്റയുടെ ബേസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഡാറ്റ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് ഡാറ്റ ഷുഡ് ബി ഹൈലി ആക്യുറേറ്റ്. അപ്പോൾ ഡാറ്റ ഇൻ്റഗ്രിറ്റി മീൻസ് ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ. അപ്പോൾ ആക്യുറസി അല്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി എങ്ങനെ ഒരു ഡാറ്റയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Data integrity is one of the issues relating to data quality. This relates to a change made in one file in one place may not be made in the file in another place or department. അതായത് നമ്മൾ ഡാറ്റയിൽ കറക്ഷൻസ് വരുത്താം എന്ന് നമ്മൾ പറഞ്ഞു. ചില ഡാറ്റയിൽ നമുക്ക് മൈനർ മോഡിഫിക്കേഷൻസ് നടത്തിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാറ്റയിൽ കറക്ഷൻസ് വരുത്തുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്ന കറക്ഷൻസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കറക്ഷൻ വരുത്തിയിട്ടുണ്ടാവും, വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിം ഡാറ്റാ സെറ്റിൽ എന്ത് നടത്തിയിട്ടുണ്ടാവില്ല, കറക്ഷൻ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ രണ്ട് രീതിയിലുള്ള ഡാറ്റ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാധ്യത നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. കാരണം അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ രണ്ട് രീതിയിലുള്ള ഡാറ്റ വന്നു കഴിഞ്ഞാൽ അവിടെ ഡാറ്റ ആക്യുറസി കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റ ഇൻ്റഗ്രിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് സെയിം ഡാറ്റ ആയിരിക്കണം, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഡാറ്റാ സെറ്റിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഡാറ്റ കറക്ഷൻ എന്താണോ നടത്തിയത് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ അവരുടെ ഡാറ്റാ സെറ്റിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഡാറ്റ ഇൻ്റഗ്രിറ്റി വന്നില്ലെങ്കിലുള്ള കുഴപ്പമാണ് പിന്നെ പറയുന്നത് ദിസ് റിസൾട്ട്സ് ഇൻ കോൺഫ്ലിക്റ്റിംഗ് ഡാറ്റ. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഡാറ്റ ഇൻ്റഗ്രിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഡാറ്റയും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഡാറ്റയും കോൺഫ്ലിക്റ്റിംഗ് ഡാറ്റ ആയിരിക്കും, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഡാറ്റ ഇൻ്റഗ്രിറ്റി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഒരേപോലെയുള്ള ഡാറ്റയാണ്, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഒരേ ഡാറ്റയാണ് എന്നുള്ള നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഡാറ്റ ഇൻ്റഗ്രിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ കോൺഫ്ലിക്റ്റിംഗ് ഡാറ്റ. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുള്ള ഡാറ്റയും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുള്ള ഡാറ്റയും വ്യത്യാസമാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ ഡാറ്റ ഇൻ്റഗ്രിറ്റി നമുക്ക് എങ്ങനെ എൻഷുർ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന എന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ ഇൻ്റഗ്രിറ്റി ക്യാൻ ബി അഷ്യൂർഡ് ഓർ ഡാറ്റ ഇൻ്റഗ്രിറ്റി ക്യാൻ ബി എൻഷുർഡ് ബൈ അഡ്രസ്സിങ് ദ ഫോളോയിങ് 5 issues. ഇനി പറയുന്ന 5 ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഇനി പറയുന്ന 5 കാര്യങ്ങൾ നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ഡാറ്റ സെറ്റിൽ എന്ത് കൊണ്ടുവരാൻ സാധിക്കും, ഇൻ്റഗ്രിറ്റി കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ആക്യുറസി കൂട്ടാൻ സാധിക്കും, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ സാധിക്കും. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഒരേപോലത്തെയുള്ള ഡാറ്റയാണ് ഉള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കൊരു 5 ഇഷ്യൂസ് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ 5 ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം പറയുന്നതാണ് യൂണിഫോമിറ്റി. During data capture,
യൂണിഫോമിറ്റി ചെക്സ് എൻഷുർ ദാറ്റ് ദ ഡാറ്റ ഇസ് വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. നമ്മൾ നേരത്തെ പറയണ്ടായി, നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്തിരിക്കണം. പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആവശ്യമുള്ള ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ. ദ കൈൻഡ് ഓഫ് ഡാറ്റ, നമുക്ക് എന്ത് ടൈപ്പ് ഡാറ്റയാണോ വേണ്ടത് ആ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ ദ യൂണിഫോമിറ്റി ചെക്ക് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യൂണിഫോമിറ്റി ചെക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പ് വയ്ക്കാൻ സാധിക്കും? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് വേണ്ട ഡാറ്റയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷന് ഉള്ളിൽ നിൽക്കുന്ന ഡാറ്റയാണ്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റിന് ഉള്ളിൽ നിൽക്കുന്ന ഡാറ്റയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. സോ ദ uniformity check will help to ensure that the collected data is within our requirement. നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റിനുള്ളിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് ലിമിറ്റിനുള്ളിലുള്ള ഡാറ്റയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. അടുത്തതാണ് വേർഷൻ ചെക്സ് ആർ പെർഫോംഡ് വെൻ ഡാറ്റ ആർ ട്രാൻസ്ഫോംഡ് ത്രൂ ദ യൂസ് ഓഫ് മെറ്റാഡാറ്റ to ensure that the format of original data has not been changed. Metadata എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, metadata is a set of data that describes and gives information about other data. വേറൊരു ഡാറ്റയെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് മെറ്റാഡാറ്റ. അപ്പോൾ മെറ്റാഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒറിജിനൽ ഡാറ്റ എന്താണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെറ്റാഡാറ്റയുടെ ബേസിസിലാണ് നമ്മൾ ഒറിജിനൽ ഡാറ്റ എന്താണ് എന്നുള്ളത് ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഒന്നും കൂടെ പറയാം. മെറ്റാഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെറ്റാഡാറ്റ ഈസ് എ സെറ്റ് ഓഫ് ഡാറ്റ ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് അതർ ഡാറ്റ, അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ. അപ്പോൾ ഒറിജിനൽ ഡാറ്റയെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മൾ മെറ്റാഡാറ്റ ആയിട്ട് പറയുന്നത്. അപ്പോൾ മെറ്റാഡാറ്റയുടെ രൂപത്തിലാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഡാറ്റ സെറ്റ് കൈമാറുന്നത് മെറ്റാഡാറ്റയുടെ രൂപത്തിലാണ് എങ്കിൽ, ദെൻ ഈ വേർഷൻ ചെക്ക് നമ്മൾ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വേർഷൻ ചെക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പ് വരുത്താൻ സാധിക്കും? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഒരേപോലെയുള്ള ഡാറ്റയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും കിട്ടിയിരിക്കുന്ന ഡാറ്റ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റ, അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലും, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലും, ഇങ്ങനെ ഓർഗനൈസേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഉള്ളത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. എങ്ങനെ ഉറപ്പ് വരുത്താൻ സാധിക്കും? ബൈ പെർഫോമിങ് വേർഷൻ ചെക്ക്. അപ്പോൾ വേർഷൻ ചെക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വേർഷൻ ചെക്ക് ഈസ് ടു ബി പെർഫോംഡ് ബൈ ensuring that the metadata that is received by all the departments are the same. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, ഓർഗനൈസേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും റിസീവ് ചെയ്തിരിക്കുന്ന ഡാറ്റ സെയിം ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർഷൻ ചെക്ക് നടത്തുന്നത്. കാരണം ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഡാറ്റ എത്തിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. ഏത് ഫോമിലായിരിക്കും? മെറ്റാഡാറ്റയുടെ ഫോമിലായിരിക്കും. അതായത് മെറ്റാഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ട്രേസ് ചെയ്യാൻ പറ്റും? ഒറിജിനൽ ഡാറ്റ. മെറ്റാഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റാഡാറ്റയുടെ ബേസിസിൽ നമുക്ക് ഒറിജിനൽ ഡാറ്റ എന്താണ് എന്നുള്ളത് നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ്നെസ് ചെക്ക്. കംപ്ലീറ്റ്നെസ് ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു, ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്തു, അതായത് നമ്മൾ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ്നെസ് ചെക്ക് നമ്മൾ നടത്തണം. ഈ കംപ്ലീറ്റ്നെസ് ചെക്ക് നമ്മൾ നടത്തുന്നത്, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ സമ്മറീസ് ആർ കറക്റ്റ് ആൻഡ് ദാറ്റ് ഓൾ വാല്യൂസ് നീഡഡ് ടു ക്രിയേറ്റ് ദ സമ്മറി ആർ ഇൻക്ലൂഡഡ്. ആണ് കേട്ടോ, ഓറല്ല, ആർ ഇൻക്ലൂഡഡ്, ARE. അപ്പോൾ കംപ്ലീറ്റ്നെസ് ചെക്ക്, ഈ പറയുന്ന കംപ്ലീറ്റ്നെസ് ചെക്ക് നടത്തി കഴിഞ്ഞാൽ വി ക്യാൻ ബി ഷുവർ ദാറ്റ് നമ്മുടെ ഡാറ്റ സമ്മറിയിൽ നമുക്ക് വേണ്ട എല്ലാ ഡാറ്റയും ഉണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ്നെസ് ചെക്ക് നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൈവശമുള്ള ഡാറ്റ സെറ്റിൽ എല്ലാ ഡാറ്റയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്മറൈസ്ഡ് ഡാറ്റയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുള്ളൂ. ദെൻ അടുത്തതാണ് കൺഫർമിറ്റി ചെക്ക്. കൺഫർമിറ്റി ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, a conformity check makes sure that during data analysis and reporting, correlations are run between the values reported and the previous value for the same number. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ,
എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ആ സഡൻ ചേഞ്ചസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സഡൻ ചേഞ്ച് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അപ്പോൾ ഡാറ്റ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണോ ഒരു സഡൻ ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടന്നുകൊണ്ടാണോ ആ ഒരു സഡൻ ചേഞ്ച് വന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൺഫർമേറ്റീവ് ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റയിലുള്ള ഫ്ലക്ച്വേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫർമേറ്റീവ് ചെക്ക് നടത്തുന്നത്. അപ്പോൾ ഡാറ്റയിൽ നമുക്ക് ഈ ഒരു സഡൻ ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ നമ്മുടെ ആവശ്യപ്രകാരമുള്ള ഡാറ്റ തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ തന്നെയാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫർമേറ്റീവ് ചെക്ക് നമ്മൾ നടത്തുന്നത്. അടുത്തതാണ് ജീനോളജി ചെക്ക് ഓർ ഡ്രിൽ ഡൗൺ. ജീനോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീൻ എന്നത് തന്നെയാണ്. ജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ DNA. അപ്പോൾ ജീനോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീനോളജി ഇസ് എ ലൈൻ ഓഫ് ഡെസെൻറ്റ്. നമ്മൾ എവിടെ നിന്നാണോ വന്നത്, അപ്പോൾ ഈ ഡാറ്റയുടെ കേസിലാണെങ്കിൽ ഡാറ്റ നമ്മൾ എവിടെ നിന്നാണോ പ്രൊക്യൂർ ചെയ്തത് ആ ഒരു ഡാറ്റ കളക്ഷൻ്റെ ആ സോഴ്സിനെയാണ് നമ്മൾ ജീനോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജീനോളജി ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ ചെക്കിങ് ദ സോഴ്സസ് ഓഫ് ഡാറ്റ. കാരണം സോഴ്സസ് ഓഫ് ഡാറ്റ ചെക്ക് ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഡാറ്റ പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയുടെ ആക്യുറസി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്നല്ല ഡാറ്റ പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ തെറ്റാവാനും അല്ലെങ്കിൽ ആ ഡാറ്റയുടെ ആ ഒരു ക്വാളിറ്റി കുറയാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജീനോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയർ വി ആർ ട്രൈങ് ടു ചെക്ക് ദ സോഴ്സ് ഫ്രം വിച്ച് ദ ഡാറ്റ ഈസ് പ്രൊക്യൂർ. ഡാറ്റ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ആ ഒരു സോഴ്സിനെയാണ് നമ്മളിവിടെ ക്രോസ് വെരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ജെനറ്റിക്സ് ആ ഒരു നമ്മുടെ ആ ഒരു ജെനറ്റിക്സ് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ജീൻ എവിടെ നിന്നാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം ജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഡാറ്റ. ഡാറ്റ എവിടെ നിന്നാണോ കളക്ട് ചെയ്തത് അതാണ് ആ ഒരു സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സോഴ്സ് ഓഫ് ഡാറ്റയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ആ ഡാറ്റയുടെ ക്വാളിറ്റിയും. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ ഡാറ്റ പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ പ്രൊക്യൂർ ചെയ്ത ഡാറ്റയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജീനോളജി ചെക്ക് ഓർ ഡ്രിൽ ഡൗൺ ഈസ് എ ട്രേസ് ബാക്ക് ടു ദ ഡാറ്റ സോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ റീചെക്ക് ചെയ്യുന്നത്? വി ആർ റീചെക്കിങ് അവർ ഡാറ്റ സോഴ്സ് ത്രൂ ഇറ്റ്സ് വേരിയസ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഡാറ്റ സോഴ്സിലേക്ക് പോയിട്ട് ആ ഡാറ്റ സോഴ്സിൽ നിന്നുള്ള ആ ഒരു ഡാറ്റയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സോഴ്സിൽ നിന്നും കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്ന് ഇപ്പോൾ എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഷീറ്റിൽ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, നമ്മളതിനെ കൺസോൾഡേറ്റ് ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഡാറ്റയെ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇൻഫോർമേഷൻ നമ്മൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രോസസ്സും നമ്മൾ ഒന്ന് റീചെക്ക് ചെയ്യണം, ബാക്കിലേക്ക് പോയിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഇതാണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇന്ന ഡാറ്റ ടൂൾ അപ്ലൈ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത്. ഇന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്യണതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്തത്? ഇന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്യണതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഡാറ്റയെ ഒരു എക്സൽ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എക്സൽ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡാറ്റ ആരുടെ കൈവശമാണുള്ളത്, ഈ ഡാറ്റ ആരാണ് കളക്ട് ചെയ്തത്, ഈ ഡാറ്റ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പുറകോട്ടേക്ക് ബാക്ക്വേർഡ് ട്രെൻഡിൽ നമ്മളത് എന്ത് ചെയ്യണം, ക്രോസ് വെരിഫൈ ചെയ്യണം. അങ്ങനെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എവിടെ എത്തും? വി വിൽ റീച്ച് ദ പോയിന്റ് ഫ്രം വിച്ച് ഓർ വി വിൽ റീച്ച് ദ സോഴ്സ് ഫ്രം വിച്ച് ദ ഡാറ്റ ഈസ് കളക്റ്റഡ്. നമ്മൾ എവിടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്തത് ആ സോഴ്സിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ സാധിക്കും? നമ്മൾ കറക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് ഡാറ്റ കളക്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ കറക്റ്റായിട്ടുള്ള സോഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്താലുള്ള ഗുണം എന്താണ്? നമുക്ക് ആ ഡാറ്റയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 5 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഡാറ്റയുടെ ആക്യുറസി അല്ലെങ്കിൽ ഡാറ്റയുടെ കൺസിസ്റ്റൻസി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ 5 പോയിൻ്റ് ഒന്നും കൂടെ പറയാം. 1, യൂണിഫോമിറ്റി, അതായത് ഡാറ്റ കളക്ട് ചെയ്തത് നമ്മുടെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിനുള്ളിൽ ആണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യണം. ദെൻ വേർഷൻ ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഡാറ്റ ഒരു മെറ്റാഡാറ്റയുടെ രൂപത്തിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഒരേ ഡാറ്റ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വേർഷൻ ചെക്കിൻ്റെ ഒരു ഉദാഹരണം പറയണം. അപ്പോൾ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചിലപ്പോൾ ഒരേ കമ്പ്യൂട്ടർ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നുണ്ടാവുക. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വിൻഡോസ് XP യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, വിൻഡോസ് 10 യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ വേർഷനിൽ വ്യത്യാസം വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വേർഷനിൽ ഇടുന്ന ഡാറ്റ നമുക്ക് വേറൊരു വേർഷനിൽ ഇടുമ്പോൾ അത് വേറൊരു രൂപത്തിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പോൾ വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു വേർഷനിൽ നല്ല ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ നീറ്റായിട്ട് കാണിച്ചാൽ ചിലപ്പോൾ അതേ വേർഡ് ഡോക്യുമെൻറ്റ് വേറൊരു വേർഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ജമ്പിൾഡ് ആയിട്ടോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ വേർഷൻ ചെക്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ എല്ലാ വേർഷനിലും അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എല്ലാ സോഫ്റ്റ്വെയർ പാക്കേജസിലും ഒരേപോലെയാണ് കാണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരേപോലെയാണ് അതുള്ളത് എന്നുള്ളതാണ് നമ്മൾ വേർഷൻ ചെക്കിൽ നടത്തുന്നത്. ഇവിടെ വേർഷൻ ചെക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടിയിരിക്കുന്നതും ഒരേപോലത്തുള്ള ഡാറ്റയാണ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉറപ്പ് വരുത്തുന്നത്. അതെങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തുന്നത്? ഈ ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടിയിട്ടുള്ളത് ഐഡൻറ്റിക്കൽ ഡാറ്റയാണ് എന്നുള്ളത് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുക മെറ്റാ ഡാറ്റ ആയിരിക്കും. ഈ മെറ്റാ ഡാറ്റയിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒറിജിനൽ ഡാറ്റ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഒറിജിനൽ ഡാറ്റ എല്ലാവരുടെ കയ്യിലും ഒരേപോലെ അല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ കംപ്ലീറ്റ്നെസ് ചെക്ക്, സമ്മറീസ് എടുത്ത് നോക്കുക, ഡാറ്റ സമ്മറീസ് എടുത്ത് നോക്കുക. ഡാറ്റ സമ്മറീസ് എടുത്ത് നോക്കിയിട്ട് ആ ഡാറ്റ സമ്മറിയിൽ എല്ലാ ആവശ്യമുള്ള ഡാറ്റയും ഇല്ലേ എന്നുള്ളത് ക്രോസ് വെരിഫൈ ചെയ്യുക. വി ഹാവ് ടു ക്രോസ് വെരിഫൈ വെദർ ദ സമ്മറീസ് ഇൻക്ലൂഡ് ഓൾ ദ ഡാറ്റ ദാറ്റ് ആർ റിക്വയർഡ്. എല്ലാ ഡാറ്റയും റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും ആ സമ്മറിയിൽ ഇല്ലേ എന്നുള്ളത് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യണം. പിന്നെ വരുന്നതാണ് കൺഫർമിറ്റി ചെക്ക്. കൺഫർമിറ്റി ചെക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഡാറ്റയുടെ തമ്മിലുള്ള കൊറിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാറ്റയുടെ കൊറിലേഷൻ ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു ഡാറ്റ ഹൈ ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ ക്രോസ് വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺഫർമിറ്റി ചെക്ക് മേക്ക് ഷുവർ ദാറ്റ് ഡ്യൂറിങ് ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് കൊറിലേഷൻ ബിറ്റ്വീൻ ദ വാല്യൂസ് റിപ്പോർട്ടഡ് ആൻഡ് ദ പ്രീവിയസ് വാല്യൂ ഫോർ ദ സെയിം നമ്പർ. അതായത് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്ത ഡാറ്റയും നേരത്തെ കളക്ട് ചെയ്ത ഡാറ്റയും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നും വരാൻ പാടില്ല. അതായത് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആ ഒരു സഡൻ ചേഞ്ചസ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഡൻ ഫ്ലക്ച്വേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫർമിറ്റി ചെക്ക് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് എങ്കിൽ ആ ഫ്ലക്ച്വേഷന് കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. എന്നിട്ട് ആ ഒരു ഫ്ലക്ച്വേഷൻ്റെ റീസൺ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം. ദെൻ ജീനലോജി ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ സോഴ്സിലേക്ക് വീണ്ടും പോയിട്ട് ഇൻഫോർമേഷനിൽ നിന്നും നമ്മൾ ബാക്കിലോട്ട് സഞ്ചരിച്ച് അല്ലെങ്കിൽ ഇൻഫോർമേഷനിൽ നിന്നും നമ്മൾ ബാക്കിലോട്ട് പോയി ആ ഒരു ഡാറ്റയുടെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സോഴ്സ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ഒന്ന് റീചെക്ക് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ജീനലോജി ചെക്ക്. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ സാധിക്കും? ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും.